ഫാദർ ബോബിൻ തോമസിലേക്ക് പോകുന്നു. അദ്ദേഹം വത്തിക്കാനിൽ നിന്നും നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകും. ഫാദർ ബോബിൻ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം എങ്ങനെ വേണം എന്നതിലൊക്കെ തീരുമാനമായിരിക്കുന്നത് ശനിയാഴ്ച വത്തിക്കാൻ സമയം 10 മണി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ സമയമാകുമ്പോൾ അത് എത്ര മണിക്കായിരിക്കും? ആ ചടങ്ങുകളുടെ പ്രത്യേകത എന്താണ്? മറ്റ് മാർപ്പാപ്പമാരുടെ മരണകർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ഇപ്പോൾ വത്തിക്കാനിൽ രാവിലെ 9 മണി തുടങ്ങി കർദിനാൾമാരുടെ ആദ്യ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗിലാണ് ഏറ്റവും അടുത്ത തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഫ്രാൻസിസ് പാപ്പയുടെ മൃതശരീരം വത്തിക്കാൻ ബസിലിക്കയിൽ ബുധനാഴ്ച വിൽക്കുകയും അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ 10 മണിയോടുകൂടെ കോളേജ് ഓഫ് കാർഡിനൽസിന്റെ നേതാവായിരിക്കുന്ന കർദിനാൾ ജോവാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷയോടുകൂടി ഫ്രാൻസിസ് പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ വത്തിക്കാൻ ബസിലിക്കയിൽ ആരംഭിക്കുകയും അതിനുശേഷം ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരിയ മജോറെ ബസിലിക്കയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ അവിടെ അടക്കം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വില്ലില് ഫ്രാൻസിസ് പാപ്പ പറയുകയുണ്ടായി. 2022 അദ്ദേഹം ലാസ്റ്റ് വില്ല് എഴുതി പൂർത്തിയാക്കിയത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എനിക്ക് മാതാവിനോട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മരിയ മജോറെ ദേവാലയത്തിൽ എന്നെ അടക്കം ചെയ്യണം. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ ഓരോ വിദേശയാത്ര നടത്തുമ്പോഴും കഴിയുമ്പോഴും 126-ലധികം തവണ ഈ മരിയ മജോറെ ബസിലിക്കയിൽ പോയി പരിശുദ്ധ മാതാവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ ഒരു കല്ലറയിലാണ് എന്നെ അടക്കേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ പേര് മാത്രം ഫ്രാൻസിസ് മാത്രം വളരെ ലളിതമായിട്ട് എഴുതി വെക്കുക. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വില്ലിലും ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ 2 മാസങ്ങളോളമായി ആശുപത്രിയിലും മറ്റ് രോഗാവസ്ഥയിലും ക്ഷീണിതനായിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ സഹനങ്ങൾ മുഴുവൻ, രോഗാവസ്ഥകൾ മുഴുവൻ ലോക സമാധാനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ള ഒരു സമാധാനത്തിന്റെ ദൂതനായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ളത്. ഉറപ്പായും ഫാദർ റോബിൻ തോമസ്, ഇപ്പോൾ പൊതുദർശനം പോലും അദ്ദേഹം അങ്ങനെ ഒരു വിപുലമായൊരു പൊതുദർശനം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അദ്ദേഹത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു അവസാനം നോക്ക് കാണുക എന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ തൊട്ട് തന്നെ, ഇന്നലെ 7:30 വത്തിക്കാൻ ബസിലിക്കയുടെ വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തില് ജപമാല ചൊല്ലിയപ്പോൾ നമുക്കറിയാം, കർദിനാൾ മൗറോയുടെ നേതൃത്വത്തിലായിരുന്നു ജപമാലയും മറ്റുള്ള മരണ ശുശ്രൂഷയുടെ തുടക്കമായിട്ട് പ്രാർത്ഥനകളെല്ലാം ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ വത്തിക്കാൻ ബസിലിക്കയുടെ മുൻഭാഗം മുഴുവൻ ജനസമുദ്രമായിരുന്നു. അത്രമാത്രം ജനങ്ങള്, നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികള്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒന്നാണ്, ഫ്രാൻസിസ് പാപ്പ തന്റെ അവസാന സന്ദേശം ഈസ്റ്റർ ദിവസം തന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ പല രാജ്യങ്ങളുണ്ട്: ലെബനൻ, മ്യാൻമാർ, അതുപോലെ ആഫ്രിക്ക, അങ്ങനെ ഉക്രൈന, അങ്ങനെയുള്ളവരെല്ലാം ഫ്രാൻസിസ് പാപ്പ എടുത്തു പറഞ്ഞു. സിറിയക്കാരെ എല്ലാം എടുത്തു പറഞ്ഞു ഓർത്തു. അതിൽ നിന്ന് പലരും, ഈ ഉക്രൈൻകാരും മ്യാൻമാർകാരും അങ്ങനെ പല വ്യത്യസ്ത രാജ്യങ്ങളിൽ, ലോകത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേകര് ഇന്നലെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഓൾറെഡി ഒരുക്കിയിരിക്കുന്നത്. പോലീസും പട്ടാളവും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓരോ ജനങ്ങളെ ഓരോരുത്തരെ നിയന്ത്രിച്ചാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ കാസ സാന്ത മാർത്ത എന്ന് പറഞ്ഞ പേപ്പൽ വസതിയില് ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിക്കാനുള്ള അവസരം ഇവിടുത്തെ ഏറ്റവും വത്തിക്കാൻ കുരിയയിലും അതുപോലെ തന്നെ വത്തിക്കാന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഇപ്പോൾ സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം പുറത്ത് വത്തിക്കാൻ ബസിലിക്കയില്, സെന്റ് പീറ്റേഴ്സിന്റെ ബസിലിക്കയിൽ കൊണ്ടുവന്ന് പൊതുദർശനം ആരംഭിക്കുന്നതുമാണ്. വളരെ നന്ദി ഫാദർ ബോബിൻ തോമസ്.